ഹായ് ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത് റോസ് വാട്ടർ എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ ചെന്നൈയിൽ കുറേ റോസാപ്പൂക്കളൊക്കെ ഇവിടെ വിൽപ്പനയ്ക്കൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഓണത്തിന് മാത്രമാണല്ലോ വിൽക്കുക. അപ്പോൾ ഈ റോസാപ്പൂ കണ്ടിട്ട് വീട്ടിൽ വളർത്തുന്ന റോസാപ്പൂവാണെന്ന് തോന്നണത്. അപ്പോൾ അതിൻ്റെ റോസാപ്പൂ കഴുകിയിട്ട് പിന്നെ അതിൻ്റെ ഇതളുകളൊക്കെ ഉണ്ടല്ലോ, ഇതളുകൾ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അല്ലികൾ ഇങ്ങനെ പൊട്ടിച്ചിടണം. ഓക്കെ, അപ്പോൾ അപ്പോൾ അല്ലികൾ പൊട്ടിച്ച് കഴുകി അത് ഒരു പ്രാവശ്യം കഴുകിയാൽ മതി. അപ്പോൾ അത് കഴുകി നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അടുപ്പത്ത് വെച്ചിട്ട് ഈ അല്ലികൾ ഇതിലിടുക. അല്ലികൾ ഇതിലിട്ടിട്ട് പിന്നെ ഒരു കപ്പ് നമ്മൾ വെള്ളം ഒഴിക്കണം. ഇതാ നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് പിന്നെ അതിൻ്റെ ഒപ്പാക്കിയിട്ട് വെക്കാം കേട്ടോ വെള്ളം. എന്നിട്ട് നമ്മൾ അടുപ്പ് കത്തിക്കണം. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ എന്താ പറയുക വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ ഒരു റോസാപ്പൂവിൻ്റെ ഇതളിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ വേവിക്കണം. അതൊരു അരമണിക്കൂർ പിടിക്കും കേട്ടോ. അല്ലെങ്കിൽ ഒരു ഗ്യാസ് അടുപ്പായി കാരണം ഒരു 10 മിനിറ്റൊക്കെ പിടിക്കും. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അത് നന്നായി ഇങ്ങനെ വേവിക്കണം കേട്ടോ. റോസാപ്പൂവിൻ്റെ ഇതളാണ്, റോസ് വാട്ടറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ രാത്രി നമ്മൾ ഫേസ് കഴുകിയിട്ട് പിന്നെ റോസ് വാട്ടർ ഒന്ന് സ്പ്രേ പോലെ ഒന്ന് ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യണമെങ്കിൽ നല്ലതാണ്. നെക്കിനും ഫേസിനൊക്കെ പിഗ്മെൻറ്റേഷനൊക്കെ കുറവായി കിട്ടും. പിന്നെ കടകളിലൊക്കെ അറിയാമല്ലോ, കെമിക്കലൊക്കെ യൂസ് ചെയ്യും. നമ്മൾ വീട്ടിലുണ്ടാക്കണതും കടകളിൽ പോയി വാങ്ങണതും രണ്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ വീട്ടിലെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ലൈവായിട്ട് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇതാ തിളച്ചു തുടങ്ങിയിട്ടാ വെള്ളം. ഒരു 10-15 മിനിറ്റ് വേണ്ടി വരും. അരമണിക്കൂറോ 1 മണിക്കൂറോ ഒന്നും വേണ്ടി വരില്ല. തീ കുറച്ച് കൂട്ടിയിട്ടിട്ട് അപ്പം നമ്മൾ ഈ വെള്ളം തിളപ്പിക്കുമ്പോൾ പിന്നെ റോസാപ്പൂ ഇട്ടിട്ടാണല്ലോ തിളപ്പിക്കണത്. അപ്പം അതിൻ്റെ ഈ ഇതളിൻ്റെ കളറുണ്ടല്ലോ, ലൈറ്റ് ഷെയ്ഡ് പോയി കിട്ടും. അതായത് ഇതിൻ്റെ കളറൊക്കെ പോവും നമ്മൾ തിളപ്പിക്കുമ്പോൾ. ഇതാണ് ഒറിജിനൽ റോസാപ്പൂവ്. ഇതാണ് നമ്മൾ ഇതിൻ്റെ അല്ലി നമ്മൾ പൊട്ടിച്ച് അത് കഴുകി ഒരു പാത്രത്തിലാക്കിയിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് പിന്നെ ഒരു 10-15-20 മിനിറ്റൊക്കെ ആവുന്ന എൻ്റെ അറിവിൽ തോന്നണത്. അപ്പോൾ ഈ റോസാപ്പൂവിൻ്റെ കളറുകളൊക്കെ അതിങ്ങനെ കുറഞ്ഞ് അത് ഈ വെള്ളം ഉണ്ടല്ലോ, നമ്മൾ നല്ല വെള്ളം അതിൽ ഒഴിച്ചിട്ടുണ്ടല്ലോ, ആ വെള്ളത്തോട് കൂടിയിട്ട് മിക്സഡായി പോവും. അപ്പം നമ്മളൊന്ന് ഇളക്കി നോക്കി വെക്കാം, നന്നായി നോക്കി വെക്കാം. കണ്ടോ അതിൻ്റെ കളറുകൾ കണ്ടോ? ഒറിജിനൽ റോസാപ്പൂവിൻ്റെ തിളപ്പിക്കുമ്പോൾ കളറുകൾ
ഒരു 10-15 മിനിറ്റ് നേരം മതി. ഇതിൻ്റെ കളറുകളൊക്കെ ഈ വെള്ളത്തോടു കൂടി മിക്സ് ആവും. ഹായ്, എന്താ സ്മെല്ല്! ഇതിൻ്റെ കളറുകളൊക്കെ പോയി ഇടയ്ക്ക്. അത് വെള്ളത്തോട് കൂടിയിട്ട് മിക്സഡ് ആവും. നമുക്കിത് ഓഫ് ചെയ്യാം. ഒരു 15-20 മിനിറ്റ് അത്ര മാത്രം മതി. എൻ്റെ അറിവില്ല കേട്ടാ. ഇത് നമ്മൾ ബോട്ടിലാക്കിയിട്ട് വെള്ളം നിറച്ച് ഇത് നമ്മൾ ബോട്ടിലിൽ ഈ റോസ് വാട്ടർ നിറച്ച് പുറത്തൊക്കെ കടകളിൽ നമ്മൾ വാങ്ങണത് തന്നെ 350, 250, 300 ആവും. അപ്പം നമുക്ക് തന്നെ ഇത് വീട്ടിൽ ചെയ്യാവുന്നതുള്ളൂ. ഇനി ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ എന്താ പറയുക, ബോട്ടിലിൽ റോസ് വാട്ടറൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അവരുടെ ഇതിൽ അഡ്രസ്സിൽ ഞാൻ അയച്ചു തരാം. പിന്നെ സ്കാനറിൽ പൈസ ഇട്ടെന്നാൽ മതി. ഓക്കെ. പിന്നെ അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ പിന്നെ അവരുടെ ഗൂഗിൾ പേ നമ്പറും പിന്നെ അഡ്രസ്സൊക്കെ ഇട്ട് തരികയാണെങ്കിൽ ഞാൻ കൊറിയർ വഴിയായിട്ട് അയച്ചു തരാം. ബോട്ടിലിന് ഒരു 150 വെച്ചിട്ട് ഞാൻ അങ്ങനെ ആക്കി തരാം. അപ്പോൾ പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക മറക്കരുത്. ഞാൻ പിന്നെയും പറയുന്നു. ഓക്കെ. അപ്പോൾ നമ്മളിത് തിളച്ച് അപ്പോൾ ഇതൊക്കെ ഉണ്ടോ, അത് മിക്സഡായി. ഓക്കെ. ഇത് ഓഫ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് കഴുകി വെച്ച പാത്രമാണ്. അപ്പോൾ ഈ പാത്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. അപ്പോൾ ഈ വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ വാട്ടറിൽ വെള്ളം എടുത്തിട്ട് പിന്നെ നമ്മൾ അരിപ്പ വെച്ചിട്ട് എന്താ പറയുക, എങ്ങനത്തെ അരിപ്പയിലും കുഴപ്പമില്ല, സ്റ്റീലിൻ്റെ ആയാലും കുഴപ്പമില്ല. അപ്പം ഞാനിത് നിങ്ങൾക്ക് സാമ്പിൾ കാണിച്ചു തരികയാണ്. ഇതിൽ അരിക്കണം. റോസ് വാട്ടറാണ് ഞാനിത് കാണിച്ചു തരുന്നത്. ഇനി നമുക്കിത് ഒരു ബോട്ടിലിൽ ആക്കാം. ഇത് ചൂടാണ്, കുപ്പി ഉരുകുമെന്ന് അറിയില്ല. ഇത് മേടിക്കാൻ കിട്ടും. ഇത് നമ്മൾ ഈ ബോട്ടിലിൽ നിറച്ചിട്ട് നമ്മൾ സ്പ്രേ പോലെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ തുള്ളിയാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത്. ഇത് ചൂടാണ്. ഇപ്പോൾ കുപ്പി എന്തായാലും ഒരുക്കും. അപ്പം നമ്മൾ ഇതാ
നമ്മൾ രാത്രിയാകുമ്പോൾ ഫേസൊക്കെ കഴുകിയിട്ട് നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യും. ഒരുപാട് പിഗ്മെൻറ്റേഷനും ഒക്കെ പോവും, ഫേസ് നല്ല ബെറ്ററാവും. ഞാനിതൊന്ന് യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇതാണ് റോസ് വാട്ടർ, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോ വരുമ്പോൾ ഞാൻ ഇതുപോലെ പറയാം, വേറെ വെറൈറ്റി വീഡിയോ ആയിട്ട്. ഓക്കെ, ബൈ.